നഗരസഭ ടൗൺ കൺവീനർ ശ്രീ ലാൽ നന്ദാവനം ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ. മുഖ്യപ്രഭാഷകനായി പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാന്യനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, മുൻ നഗരസഭാ ചെയർമാൻ ശ്രീ ആർ ജയകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ഈപ്പൻ കുര്യൻ, ശ്രീ ബിനു വി ഈപ്പൻ തുടങ്ങി പ്രശസ്തരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമന്നതരായ നേതാക്കള് പ്രതിഷേധ യോഗത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷനായി ശ്രീ ലാൽ നന്ദാവനത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ പ്രതിഷേധ ധർണയ്ക്ക് സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി UDF മണ്ഡലം ചെയർമാൻ ശ്രീ ഷിബു പുതുക്കേരിയെ ക്ഷണിച്ചു. സമൂഹം ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ദൈനംദിനം പത്രദ്വാര മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 കോടിയിൽ പരം രൂപ ഇവിടെ അനുവദിച്ചു. അങ്ങനെ എത്രയോ വികസന പദ്ധതികൾ അനുവദിക്കുമ്പോൾ ആ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുവാൻ വേണ്ടി ഗവേഷണം നടത്തുന്ന മുനിസിപ്പൽ കൗൺസിലർമാരാണ് CPM-നുള്ളത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. നിരവധി വികസന പദ്ധതികൾ തുടക്കം കുറിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുവാനുള്ള ശ്രമങ്ങളാണ് മുനിസിപ്പാലിറ്റിയിലെ CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ വാർഡ് അശാസ്ത്രീയമായ വാർഡ് വിഭജനം ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വാർഡുകളുടെ വിഭജനം നടത്തിയിരിക്കുന്നു. ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സൂചനാ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും തിരുവല്ല നഗരസഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയാൽ ശക്തമായ സമരപരിപാടികൾക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ജില്ലാ UDF കമ്മിറ്റിയും ആലോചിച്ച് മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി UDF-ന്റെ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമനെ ക്ഷണിച്ചു. യോഗത്തിന്റെ അധ്യക്ഷൻ UDF-ന്റെ മണ്ഡലം കൺവീനർ ശ്രീ ലാൽ നന്ദാവനം, ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, ഐക്യ ജനാധിപത്യ മുന്നണി മണ്ഡലം ചെയർമാൻ ശ്രീ ഷിബു പുതുക്കേരിൽ, കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ബിനു ഈപ്പൻ, മുൻ നഗരസഭാ ചെയർമാൻ ആർ ജയകുമാർ, RSPയുടെ താലൂക്ക് സെക്രട്ടറി ശ്രീ ബൽസുവിനുള്ള, മുസ്ലിം ലീഗിന്റെ നിയമസഭാ പ്രസിഡന്റ് CPM അനീർ, കേരള കോൺഗ്രസ് ഉന്നത സമിതി അംഗം ശ്രീ ജോർജ് മാത്യു, മുനിസിപ്പൽ കൗൺസിലർമാരെ, സുഹൃത്തുക്കളെ, ഐക്യ ജനാധിപത്യ മുന്നണി തിരുവല്ല മുനിസിപ്പൽ കമ്മിറ്റി ഈ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ഇന്ന് നടത്തുന്ന ധർണ എന്താവശ്യത്തിനാണ് എന്ന് UDF ചെയർമാനും അധ്യക്ഷ പ്രസംഗൻ ശ്രീ ലാൽ നന്ദാവനും ഇവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഭരണം നടത്തുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ നഗരസഭയിൽ നടക്കുമ്പോൾ ഈ നഗരസഭയിൽ ഒന്നും നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുവാൻ ഒരുപറ്റം ഉദ്യോഗസ്ഥന്മാരും ഇടതുപക്ഷ മുന്നണിയുടെ കൗൺസിലർമാരും ചേർന്ന് നടത്തുന്ന ഹീനമായ നടപടിക്കെതിരെയാണ് ഞങ്ങളുടെ ഈ സമരത്തിന്റെ ഒന്നാമത്തെ അജണ്ട. കഴിഞ്ഞ നാളുകളിൽ തിരുവല്ല നഗരസഭയിൽ റോഡ് പണികൾ നടക്കുമ്പോൾ, കാലാകാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ ഇതിനോട് സഹകരിച്ച പാരമ്പര്യമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കും അവന്റെ കൗൺസിലർമാർക്കും ഉള്ളത്. ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോഴായിക്കോട്ടെ, കെ കരുണാകരൻ കേരളം ഭരിക്കുമ്പോഴായിക്കോട്ടെ, തിരുവല്ല നഗരസഭയിൽ ഏത് മുന്നണി ഭരിച്ചാലും ഈ നഗരസഭയിലെ വികസന പ്രവർത്തനത്തിന് രാഷ്ട്രീയത്തിന്റെ കൊടി നോക്കാതെ ഈ നാടിനെ വികസനത്തിലേക്ക് നയിച്ചതാണ് ഐക്യ ജനാധിപത്യ മുന്നണി. അതുകൊണ്ടാണ് മാറി മാറി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ നഗരസഭയിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുള്ള ഒരു കൗൺസിലിനെ ഇവിടെ ജയിപ്പിക്കുന്നത്. ഇത് കണ്ട് ഏത് വിധേനയും
ഇവിടുത്തെ UDF കൗൺസിലർമാരും UDF ഭരണസമിതിയും നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി നിശ്ചലമാക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഈ നഗരസഭയിലെ 39 വാർഡുകളിലെ വീടുകൾ കയറി ഇറങ്ങി ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ പ്രചരണ പരിപാടികൾക്ക് ഇവിടെ രൂപം നൽകുകയാണ്. എത്രയോ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടുന്ന് നിശ്ചലമായി നിൽക്കുന്നത്. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിന്റെ വികസന പ്രവർത്തനത്തിൽ ₹1 ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റോ അവരുടെ ബജറ്റിൽ കൂടിയോ അവരുടെ MLA ചിലവഴിക്കാതിരുന്നപ്പോൾ ആ സ്റ്റേഡിയത്തിനോട് ചേർന്ന ഒരു സ്പോർട്സ് കോംപ്ലക്സിന് വേണ്ടി ₹2 കോടി അനുവദിച്ച ആന്റണിയുടെ പ്രപ്പോസൽ കഴിഞ്ഞ 3 വർഷക്കാലമായി തിരുവല്ല നഗരസഭയിലെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ജില്ലാ ആസൂത്രണ ബോർഡിന്റെ പേര് പറഞ്ഞ് ഓരോ തടസ്സവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ MP ശ്രീ ആന്റോ ആന്റണി കൊണ്ടുവരുന്ന ഫണ്ടായിക്കോട്ടെ, ഇവിടെ മറ്റേതെങ്കിലും തരത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളായിക്കൊണ്ട് അത് നടത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടക്കുന്നു. മറ്റൊന്ന്, തിരുവല്ല നഗരസഭയിൽ വെളിച്ചമില്ലാത്ത ഏതാണ്ട് 18ഓളം ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് ഞാനടക്കമുള്ളവർ ആന്റോ ആന്റണിയോട് അപേക്ഷിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും YMC ജംഗ്ഷനിലും CM സ്കൂൾ ജംഗ്ഷനിലും ഒക്കെ കൊടുത്ത ഹൈമാക്സ് ലൈറ്റിന് വേണ്ടിയുള്ള നടപടികൾ നീക്കാതെ കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സൂചിപ്പിക്കാൻ വേണ്ടി, LDF-നെ സൂചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അധിക നാൾ ഇത് ചെയ്യേണ്ടി വരികയില്ല എന്നുള്ള കാര്യത്തിന് 2 പക്ഷമില്ല. സ്നേഹിതരെ, രാഷ്ട്രീയം മാറി വരും. അടുത്ത ഭരണം കേരളത്തിൽ 2026-ൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാവുമ്പോൾ ഈ ചെയ്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിന് എണ്ണി മറുപടി പറയേണ്ടി വരും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാലാകാലങ്ങളിൽ സെക്രട്ടറിമാരെ വെക്കും, എഞ്ചിനീയർമാരെ വെക്കും. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവിടെ അവരെ സൂചിപ്പിച്ചതുപോലെ നിഷ്പക്ഷവും സത്യസന്ധവുമായി പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാതാക്കിക്കൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ നടത്തപ്പെടുകയാണ്. കോൺട്രാക്ടർമാർക്ക് പണിയെടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. PWD കോൺട്രാക്ടർമാർ 3-4 വർഷക്കാലമായി പണം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. ഈ നഗരസഭയിൽ കൃത്യമായി വർക്കുകൾ എടുക്കുന്നതിനും അതിനാ സമയത്തിന്റെ ബില്ല് പാസ്സാക്കുന്നതിനും വ്യവസ്ഥയുള്ളപ്പോൾ അതൊന്നും ചെയ്യാതെ ഇവിടുത്തെ കോൺട്രാക്ടർമാരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് നഗരസഭയിലെ പണികൾ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഉദ്യോഗസ്ഥ LDF കൂട്ടുകെട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം രാപകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് ഐക്യജനാധിപത്യമുള്ള കൗൺസിലർമാർ. അവരാരും രാത്രിയിൽ വീട്ടിൽ സുഖിച്ചുറങ്ങുന്നവരല്ല. രാവും പകലുമില്ലാതെ വെള്ളപ്പൊക്ക സമയത്ത് തിരുവല്ല നഗരസഭയിലെ 5 ക്യാമ്പുകളിലും ഓടിയെത്തി അവർക്ക് ഭക്ഷണവും അവർക്ക് സൗകര്യങ്ങൾക്ക് വേണ്ടി നടന്ന UDF കൗൺസിലർമാർ ഇവിടുത്തെ 39 വാർഡുകളെ കയറി ഇറങ്ങിക്കൊണ്ട് ഈ അവിശുദ്ധ LDF ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെതിരെ ഈ നാട്ടിൽ ഞങ്ങൾ പ്രചരണ പരിപാടിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് അഴിമതിയും ധൂർത്തുമല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളോടൊന്നും പറയുവാനില്ല. 9 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചിട്ട് ഈ സംസ്ഥാനത്ത് എണ്ണപ്പെട്ട ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ നാടിനോട് കാണിക്കുവാൻ ഇവിടുത്തെ LDF സർക്കാരിനില്ല. കാലാകാലങ്ങളിൽ ഈ സംസ്ഥാനത്ത് നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ റോഡ് പണിയുടെ പേരിൽ, കേവലം ഏതാനും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ ഖ്യാതി അടിക്കാനാണ് പിണറായിയുടെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പദ്ധതിയുമായിട്ട് വന്നാൽ അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അഴിമതി കൊണ്ട് മൂടിയൊരു ഗവൺമെന്റായി ഇന്ന് പിണറായി സർക്കാർ ഇന്ത്യ മഹാരാജ്യത്ത് മാറിയിരിക്കുന്നു. ഈ അഴിമതികളുമായി മുമ്പോട്ട് പോകുന്ന ഈ ഗവൺമെന്റ് ഒരു കാലത്തും ഉണ്ടാവാത്ത രീതിയിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും പോലും അഴിമതിയുടെ കരിനിഴൽ നിൽക്കുകയാണ്. കേരളത്തിലെ EMS മുതൽ പിണറായി വരെയുള്ള ഒരു മുഖ്യമന്ത്രിമാരുടെയും കുടുംബത്തെ കുറിച്ച് രാഷ്ട്രീയ അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം നമ്മൾ കണ്ടു, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ 2,70,00,000 മാസപ്പടി വാങ്ങിയതിന് ഇന്ന് കേന്ദ്ര ഏജൻസിയുടെ പ്രതിപട്ടികയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കുടുംബവും നിൽക്കുകയാണ്. അഴിമതി ഇന്ന് കേരള സംസ്ഥാനത്തെ സാർവത്രികമാക്കിയിരിക്കുകയാണ്. ഈ നാട്ടിലെ വികസന കാര്യത്തിലൊന്നും ഈ നാട്ടിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അനാസ്ഥയും ചൂണ്ടിക്കാണിക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമാണ് ഈ ധർണ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ UDF ഭരിക്കുന്നു. പക്ഷെങ്കിൽ UDF ഭരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭരണ ചക്രങ്ങളെ അല്ലെങ്കിൽ ഭരണകാര്യങ്ങൾ നടത്തണമെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങള് ഈ ഭരണ സംവിധാനത്തോടൊപ്പം ഉണ്ടാകണം. ഇതൊന്നും ഇല്ലാതെ UDF ഭരിക്കുന്നു, UDF ഇവിടെ ഭരിച്ചു മുടിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. ആ ശ്രമമല്ല എന്ന് ഇവിടെ കാണിക്കുന്നതിന് വേണ്ടി
ഈ പ്രതിഷേധ ധർണ ഇവിടെ നടക്കുന്നു. ഞാൻ കൂടുതലായി ഇതിലേക്ക് കടക്കുന്നില്ല. ഇതിന് വിശദമായ കാര്യങ്ങൾ നേതാക്കളെ സംസാരിക്കുന്നതാണ്. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ സ്നേഹബഹുമാന്യനായ സതീഷ് കൊച്ചുപറമ്പിൽ സാറിന് അവരുടെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ നേതാക്കളെയും, പ്രത്യേകിച്ച് ആരുടെയും പേര് എടുത്തു പറയുന്നില്ല എങ്കിലും കടന്നു വന്നിട്ടുള്ള എല്ലാ നേതാക്കളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനത് വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF. ബഹുമാനായ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന DCCയുടെ അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ സാർ, UDFന്റെ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, UDFന്റെ നേതാക്കൾ, DCCയുടെ ഭാരവാഹികൾ, മുനിസിപ്പൽ കൗൺസിലേഴ്സ്, മുനിസിപ്പൽ ഹെൽത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ, ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ, എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ, നഗരസഭയിലെ വികസനം തടസ്സപ്പെടുത്തുന്ന LDF ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെതിരായും അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരായുമാണ് ഇവിടെ ധർണ നടക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം 4 വർഷക്കാലമായി UDF ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 വർഷക്കാലമായിട്ടും ഈ നഗരസഭയിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ പലപ്പോഴും 1 വർഷം കഴിഞ്ഞാണ് നഗരസഭയ്ക്ക് ഒരു സെക്രട്ടറിയെ തരുന്നത്. UDF ഭരണം ഏറ്റെടുത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി, സെക്രട്ടറി പോയതിനു ശേഷം. അതുപോലെ തന്നെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, തിരുവല്ലായ്ക്ക് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ വളരെ നാളത്തെ ചെയർപേഴ്സന്റെയും ഇവിടുത്തെ ഹെൽത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ, അതുപോലെ തന്നെ മുൻ കൗൺസിലേഴ്സ് എല്ലാവരും കൂടെ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു എഞ്ചിനീയറെ കൊടുത്തത്. ആ എഞ്ചിനീയർ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ അവരെ സ്ഥലം മാറ്റി. അതിനുശേഷം വേറൊരു എഞ്ചിനീയർ വന്നു, അവരെയും 1 മാസം കഴിഞ്ഞപ്പോൾ സ്ഥലം മാറ്റി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 15ഓളം ഉദ്യോഗസ്ഥരെ, ഒരുപാട് നല്ലവണ്ണം ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ, ഓവർസിയർമാർ ഉൾപ്പെടെ, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ സ്ഥലം മാറ്റി. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇലക്ഷൻ 5 മാസം കഴിഞ്ഞ് നടക്കുമ്പോൾ തിരുവല്ല നഗരസഭയിൽ യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്ന് പൊതുജനത്തോട് അറിയിക്കുന്നതിന് വേണ്ടി നഗരസഭയിൽ വരുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരെ ഒന്നുകിൽ അവരുടെ വീടുകളിൽ ചെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. നിങ്ങളെല്ലാവരും വിജിലൻസിന്റെ പിടിയിലാവും, മര്യാദയ്ക്ക് ഇരുന്നോണം, അല്ലെങ്കിൽ ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ചോണ്ട് പോകണം. പാവപ്പെട്ട ഉദ്യോഗസ്ഥൻ പിറ്റേ ദിവസം മുതൽ ഫയലുകൾ നോക്കില്ല. ഫയൽ നോക്കിയാലല്ലേ വിജിലൻസ് പിടിക്കുകയുള്ളൂ. അപ്പൊ സാധാരണക്കാരന്റെ ഫയലുകൾ മുഴുവൻ ഇവിടെ വർഷങ്ങളായി ചുവപ്പ് നാടയിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനം നമുക്കറിയാം. UDF തുടങ്ങി വെച്ച ഒത്തിരി വികസന പ്രവർത്തനമുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ ഓഫീസിന് സമീപമുള്ള ഓഫീസ് കോംപ്ലക്സ്, രാമപുരം തൊട്ടടുത്തുള്ള രാമപുരം ഷോപ്പിംഗ് കോംപ്ലക്സ്, ടേക്ക് ബ്രേക്ക്, അതുപോലെ തന്നെ സ്ലോട്ടർ ഹൗസിന്റെ 20 കോടി രൂപയുടെ പദ്ധതികൾ, തിരുവല്ല നഗരത്തിലെ കൺവെൻഷൻ സെന്റർ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഹബ്ബ്, ഇങ്ങനെ ഒട്ടനവധി 150 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ UDF വിഷൻ 2030 ഇട്ടുകൊണ്ട് മുമ്പോട്ട് പോയതാണ്. സുഹൃത്തുക്കളെ, ഇതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയും പിന്നെ രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരോട് പ്രതികാര മനോഭാവമാണ് ചെയ്യുന്നത്. ഇത് UDFനല്ല നഷ്ടം, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൃഷിഭവൻ, നമ്മുടെ നിലവിലുള്ള കൃഷിഭവൻ നശിച്ചു കിടക്കുകയാണ്. മഞ്ഞാടിയിലെ കൗൺസിൽ ഉൾപ്പെടെ അതിനുവേണ്ടി സമരം ചെയ്ത് അവിടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കോൺട്രാക്ടർ എഗ്രിമെന്റ് വെച്ചു. നാളിതുവരെയായും ആ കൃഷിഭവന്റെ പണി തുടങ്ങാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആ കൃഷിഭവൻ അവിടെ വരാൻ പാടില്ല എന്നുള്ള കുൽസിത ബുദ്ധി ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ട്. കാരണം കൃഷിഭവൻ വന്നാൽ 10 വോട്ട് കുറയുമോ എന്നാണ്. വികസനത്തെ പോലും വോട്ട് രാഷ്ട്രീയമായി കാണുന്ന ഈ ഒരു LDF ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയാണ് ഇവിടെ ധർണ നടത്തുന്നത്. അതുപോലെ സുഹൃത്തുക്കളെ, നമുക്കറിയാം വാർഡ് വിഭജനം, അശാസ്ത്രീയമായ രീതിയിലുള്ള വാർഡ് വിഭജനം. ചില LDF നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് ഇവിടെ അശാസ്ത്രീയമായ രീതിയിൽ വാർഡ് വിഭജിച്ചു. ഇന്ത്യയും ശ്രീലങ്കയും കിടക്കുന്ന പോലൊക്കെയാണ്. ചില ഭൂപടം നോക്കിയാൽ മനസ്സിലാവും. ഒരതിരെവിടാണ് മറ്റേ അതിരെവിടാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 10 ദിവസം ആ വോട്ടേഴ്സ് ലിസ്റ്റ് തപ്പിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല, ഒരു കൗൺസിലർക്ക് എങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒരു വാർഡിന്റെ സമീപത്ത് തന്നെ 4, 5 വാർഡുകളാണ്. അപ്പൊ ആ ഒരു ലെവലിലുള്ള അശാസ്ത്രീയമായ വാർഡ് വിഭജനം ഇത് UDFനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി UDF കൗൺസിലേഴ്സ് ഉള്ള വാർഡുകൾ, ചെയർപേഴ്സന്റെ ഉൾപ്പെടെയുള്ള വാർഡുകൾ,
ചെയർപേഴ്സന്റെ വാർഡിലൊക്കെ അശാസ്ത്രീയമായ രീതിയിൽ 120ഓളം വീടുകളാണ് അശാസ്ത്രീയമായ രീതിയിൽ ആ വാർഡ് 37-ാം വാർഡിലോട്ടൊക്കെ വെട്ടിക്കയറ്റിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് സുനിൽ ജേക്കബിന്റെ വാർഡുകൾ, അങ്ങനെ നിരവധി വാർഡുകൾ അശാസ്ത്രീയമായ രീതിയിൽ വെട്ടിമുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം പ്രോജക്റ്റുകൾ വെച്ചു. ഇന്ന് DPR തയ്യാറാക്കുന്നതിന് തന്നെ 4.5 ലക്ഷം രൂപ മുടക്കി പബ്ലിക് സ്റ്റേഡിയത്തിന് വേണ്ടി 8 വർഷം മുമ്പ് ഒരു DPR തയ്യാറാക്കിയാണ്. സുഹൃത്തുക്കൾ, എന്ത് ചെയ്യാൻ സാധിച്ചു? അപ്പൊ ഇങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ തിരുവല്ല നഗരസഭയിൽ ഉണ്ടായിട്ടും ഇതൊന്നും ഉദ്യോഗസ്ഥർക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷെ എനിക്കൊന്നേ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളൂ, നിങ്ങൾ മേടിക്കുന്ന ആ ഒരു കൂലി, നിങ്ങൾ മേടിക്കുന്ന ശമ്പളം, അതിനോടൊരു പ്രതിബദ്ധത നമുക്കുണ്ടാകണം. ആ പ്രതിബദ്ധത ഇല്ലായ്മയാണ് നമുക്ക് ഈ തിരുവല്ലയുടെ ശാപം. ഞാൻ ഈ ഒരു നമ്മുടെ DCC പ്രസിഡന്റിനും അതുപോലെ തന്നെ UDF ചെയർമാനും ഒക്കെ ഇന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരിപാടികളോട് ദീർഘിപ്പിക്കുന്നില്ല. ഈ LDF ഉദ്യോഗസ്ഥ കൂട്ടായ്മയ്ക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി വരും ദിനങ്ങളിൽ നമ്മൾ മുമ്പിട്ടിറങ്ങുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ സമരം, ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനായ DCCയുടെ അധ്യക്ഷൻ പ്രൊഫസർ സ്വദേശ് കുച്ചമ്മ സാറിനെ ക്ഷണിച്ചു. ധർണയുടെ അധ്യക്ഷൻ UDFന്റെ തിരുവല്ല മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ലാൽ നന്ദാവനം, മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും UDFന്റെ പത്തനംതിട്ട ജില്ലാ ചെയർമാനുമായ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, സ്വാഗത പ്രസംഗം നടത്തിയ ബഹുമാന്യനായ UDFന്റെ ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഷിബു പുതുക്കേരി, ബഹുമാന്യനായ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, മുൻ നഗരസഭയുടെ ചെയർമാൻ ശ്രീ R ജയകുമാർ, തിരുവല്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ബിനു വി ഈപ്പൻ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരായ ശ്രീ മധുസൂദനം പിള്ള, ശ്രീ അനീർ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരായ മുനിസിപ്പൽ കൗൺസിലർമാര്, മറ്റ് നേതാക്കന്മാര്, പ്രവർത്തകര്, ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, സുഹൃത്തുക്കൾ, ഇതുപോലൊരു പ്രതിഷേധ മാർച്ചും ധർണയും ഇവിടെ നടത്തുവാനുണ്ടായ സാഹചര്യത്തെ പറ്റി അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു ഗ്രാമവികസനം. ആ ഗ്രാമങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ നയിക്കുവാൻ തയ്യാറെടുപ്പ് നടത്തിയ പ്രിയങ്കരനായ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഭരണഘടനാ ഭേദഗതിയിലൂടെ അവതരിപ്പിച്ച ബില്ല് ലോകസഭയിൽ പാസ്സായെങ്കിലും രാജ്യസഭയിൽ ആ ബില്ല് പരാജയപ്പെടുത്തിയത് CPMന്റെ ഇപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന അന്നത്തെ രാജ്യസഭാംഗമായ പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് MA ബേബി BJPയുടെ 2 അംഗങ്ങളുള്ള പാർലമെന്റിലെ 2 അംഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആ ബില്ല് പാർലമെന്റിൽ പരാജയപ്പെടുത്തിയത്. അന്ന് മുതൽ വികസന വിരോധികളായി CPM മാറിയിരിക്കുന്നു. നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. തുടർഭരണം കിട്ടിയ പിണറായി വിജയൻ, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ